ഹൈ ഫോക്സ് ASK ഹിയർ. അപ്പോൾ ഫ്രഷ് ക്രീമോ ബട്ടറോ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കാഷ്യൂവും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി പട്ട, ഗ്രാമ്പൂ, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയ സവാള വലുതായി അരിഞ്ഞതും 2 തക്കാളി വലുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ച നമ്മുടെ കാഷ്യൂനട്ടും കൂടെ നല്ലൊരു പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കുറച്ച് ബേ ലീവ്സ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മസാലപ്പൊടിയായിട്ട് ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ പനീർ ബട്ടർ മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ച് നമ്മുടെ ആ ഒരു ടൊമാറ്റോ പ്യൂരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പനീർ ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫൈനൽ ഗാർണിഷിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും പിന്നെ കസൂരി മെത്തിയും ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിന്നിപ്പോൾ പനീർ ബട്ടർ മസാലയുടെ കൂടെ നല്ല നൂൽ പൊറോട്ടയാണ് കോംപ്ലിമെൻറ്റ് ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്